കേരള രാഷ്ട്രീയത്തിൽ ഭരണപ്രതിപക്ഷ പോര് പുതിയൊരു വിവാദ ചുഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ KSU പ്രതിഷേധം, അതിനെ തുടർന്ന് മന്ത്രിക്ക് നേരെ വധശ്രമം നടന്നുവെന്ന CPM ആരോപണവുമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുന്നത്. ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ നാടകമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഉന്നയിച്ച പരിഹാസങ്ങളും ആരോപണങ്ങളും വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കരിക്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റുവെന്ന വാർത്ത പുറത്തുവന്ന നിമിഷം മുതൽ കേരളം ഉറ്റുനോക്കുന്ന ഇതിലെ സത്യാവസ്ഥയിലേക്കാണ്. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേറ്റുവെന്നും അത് KSU പ്രവർത്തകരുടെ ആസൂത്രിതമായ ആക്രമണമാണെന്നും ഭരണപക്ഷം ആവർത്തിക്കുമ്പോൾ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും AN ഷംസീറിനും ചേർന്ന് തയ്യാറാക്കിയ ഒരു സിനിമ സ്റ്റൈൽ തിരക്കഥയാണെന്നാണ് K മുരളീധരൻ ആഞ്ഞടിക്കുന്നത്. K മുരളീധരൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഈ സംഭവം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു നാടകമാണെന്നാണ്. ഒന്നാം പ്ലാറ്റ്ഫോമിലൂടെ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ മന്ത്രിക്ക് മൂന്നാം പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴേക്കും എങ്ങനെയാണ് മാരകമായ പരിക്ക് പറ്റിയതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിനിടയിൽ സ്പീക്കർ AN ഷംസീർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുവെന്നും അതിനുശേഷമാണ് മന്ത്രി പെട്ടെന്ന് രോഗിയായി മാറിയതെന്നുമാണ് മുരളീധരന്റെ വാദം. സ്പീക്കർ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു DYFI നേതാവിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് ഇത്തരം നാടകങ്ങൾക്ക് കൂട്ടു നിൽക്കരുതെന്നും അദ്ദേഹം വിമർശിച്ചു. മുൻപ് വാർത്താ അവതാരകയായിരുന്ന വീണ ജോർജിനെ വ്യക്തിപരമായി പരിഹസിച്ചുകൊണ്ടാണ് മുരളീധരൻ സംസാരിച്ചത്. വാർത്തകൾ വായിക്കുന്നതിൽ മിടുക്കിയായ മന്ത്രി ഇപ്പോൾ അഭിനയത്തിലും തന്റെ മികവ് തെളിയിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിടലി ഉളുക്കിയ അഭിനയം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. പ്രതിഷേധക്കാർ മന്ത്രിയുടെ അരികിൽ പോലും എത്തിയിട്ടില്ലെന്നും മറിച്ച് മന്ത്രി പ്രവർത്തകർക്ക് നേരെ പാഞ്ഞടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പോലീസുകാർ മന്ത്രിയെ തടഞ്ഞു നിർത്താൻ പാടുപെടുന്ന ദൃശ്യങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മന്ത്രിയുടെ പരിക്കിന്റെ സത്യാവസ്ഥയിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നിലവിൽ മന്ത്രിയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജ് ഒരു സർക്കാർ ആശുപത്രി എന്നതിലുപരി CPMന്റെ പാർട്ടി ഓഫീസ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി. അവിടുത്തെ ഡോക്ടർമാർ നൽകുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും അതിനാൽ കേന്ദ്ര സ്ഥാപനമായ എയിംസിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം വന്ന് മന്ത്രിയെ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പുറത്തുനിന്നുള്ള ഡോക്ടർമാർ പരിശോധിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിവാദത്തിലെ മറ്റൊരു പ്രധാന കണ്ണി മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. മന്ത്രിയെ പ്രതിഷേധക്കാർ കഴുത്തിന് പിടിച്ച് മുറുക്കിയെന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ വാദം. എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മന്ത്രിയെ ചേർത്ത് പിടിച്ച് നീങ്ങുന്നത് കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച ഗൺമാൻ അഭിലാഷ് ആണെന്ന് വ്യക്തമായി. ഈ ദൃശ്യങ്ങളെയാണ് പ്രതിഷേധക്കാരുടെ മർദ്ദനമായിട്ട് ഇടത് സൈബർ വിങ്ങുകൾ പ്രചരിപ്പിച്ചതെന്ന് ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. റെയിൽവേ സംരക്ഷണ സേനയും മർദ്ദനം നടത്തുന്നതിന് തെളിവില്ലെന്ന് വ്യക്തമാക്കിയതോടെ പോലീസിന്റെ വധശ്രമ കേസ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സ്ത്രീ വിരുദ്ധതയോ രാഷ്ട്രീയ വിമർശനമോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. മന്ത്രി ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് നേരെ നടക്കുന്ന ഏതൊരു കയ്യേറ്റവും ഗൗരവകരമാണ്. എന്നാൽ പരിക്കേറ്റിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത് അഭിനയമാണെന്ന് പറയുന്നത് രാഷ്ട്രീയമായ അവകാശവാദമാണ്. മുരളീധരന്റെ പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന് CPM ആരോപിക്കുമ്പോൾ സത്യം തുറന്നു പറയുന്നത് എങ്ങനെ സ്ത്രീവിരുദ്ധമാകുമെന്ന് കോൺഗ്രസ് തിരിച്ചടിക്കുന്നു. RPF റിപ്പോർട്ടുകളും കേരള പോലീസിന്റെ FIR തമ്മിലുള്ള വൈരുദ്ധ്യം വലിയ ചർച്ചയാണ്. ഗൺമാന്റെ സംരക്ഷണ നടപടിയെ വധശ്രമമായി ചിത്രീകരിച്ച് കേസെടുത്തത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ വലിയ തിരിച്ചടിയായേക്കാം. കരിക്കൊടി പ്രതിഷേധം ജനാധിപത്യപരമായ ഒന്നാണെങ്കിലും അത് ശാരീരികമായ അക്രമത്തിലേക്ക് നീങ്ങിയോ എന്ന കാര്യം കൃത്യമായ അന്വേഷണം ആവശ്യമാണ്. വീണ ജോർജിന് നേരെയുണ്ടായ പ്രതിഷേധം ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് K മുരളീധരൻ ആവർത്തിക്കുമ്പോൾ അത് ഭരണപക്ഷത്തിന് വലിയ പ്രഹരമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്തെ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകളും മറുവശത്ത് അത് വെറും അഭിനയമാണെന്ന പരിഹാസങ്ങളും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. വിദഗ്ധമായ ഒരു വൈദ്യ പരിശോധനയോ അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണമോ നടന്നാൽ മാത്രമേ ഈ വിവാദത്തിലെ യഥാർത്ഥ തിരക്കഥ ആരുടേതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. രാഷ്ട്രീയ ലാഭത്തിനായി പരിക്കുകളെ ഉപയോഗിക്കുന്നതും അത്യാഹിതങ്ങളെ പരിഹസിക്കുന്നതും ജനാധിപത്യത്തിന് ഗുണകരമല്ലെങ്കിലും ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്.